മാംഗ്ലൂരിയൻ ലൈഫ് സ്റ്റോറി ആണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എന്നത്തെ പോലെ വീഡിയോ എടുക്കാൻ വേണ്ടി ഫസ്റ്റ് ഞാൻ ഹെഡിലേക്ക് കവർ ചെയ്തു. പിന്നെ മന്ത്ലി എൻ്റെ സ്കിൻ കെയർ ഞാൻ വീട്ടിൽ തന്നെ ചെയ്യാറുണ്ട്. കാരണം 2 കിഡ്സ് ഉള്ളത് കൊണ്ട് അവരെ ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ പാർലർ പോവാറില്ല. ജസ്റ്റ് ഒരു മെഷീൻ നൂൽ വെച്ചിട്ടാണ് ഇവർ ഹൈബ്രോ ഷേപ്പ് സ്വന്തമായിട്ട് ചെയ്യുന്നത്. ഞാൻ ഇഷ്ടമുള്ള ഒരുപാട് ആളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹൈബ്രോ ഷേപ്പ് ഞാൻ സെൽഫാണ് ചെയ്യുന്നത്. പക്ഷെ ആരും വിശ്വസിക്കാറില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഡയറക്റ്റ് ആയിട്ട് ലോങ് വീഡിയോയിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ജസ്റ്റ് ഞാനിങ്ങനെ ഐബ്രോ ഷേപ്പ് ചെയ്യുന്നത് കാണിച്ചു തരാം. ജസ്റ്റ് ഈ ഒരു രീതിയിലാണ് ഞാൻ ഐബ്രോ ഷേപ്പൊക്കെ ചെയ്യുന്നത്. സെൽഫ് സ്റ്റഡി ഈസ് ബെസ്റ്റ് എന്ന് ഞാൻ പറയുന്നുണ്ട്. കാരണം നമ്മൾ ആരെയും ഡിപ്പെൻഡ് ആവാതെ എന്തെങ്കിലും പെട്ടെന്ന് ഫംഗ്ഷനൊക്കെ വരുന്നെങ്കിൽ ഹൈബ്രോ ഷേപ്പൊക്കെ സെൽഫായിട്ട് ചെയ്യുന്നത് നല്ലതാണ്. എനിക്ക് ഏത് രീതിയിലാണ് ഹൈബ്രോ ഷേപ്പ് വേണ്ടത് അതേ രീതിയിലാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. എനിക്ക് ഒത്തിരി ഞാൻ തന്നെ ഹൈബ്രോ ഷേപ്പ് ചെയ്യുന്നത് ഇഷ്ടമാണ്. അപ്പോൾ ഞാനിത് എൻ്റെ 18th ഇയറിൽ മുതൽ തുടങ്ങിയ ഒരു സംഭവമാണ്. സ്വന്തമായിട്ടാണ് ഹൈബ്രോ ഷേപ്പൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഫേസ് ക്ലീനപ്പോൾ അതുപോലെ തന്നെയാണ്. വീട്ടിൽ തന്നെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്യാറുണ്ട്. അപ്പോൾ നോർമലായിട്ട് എല്ലാവർക്കും സ്കിന്നിലൊക്കെ പ്രോബ്ലംസ് വരാറുണ്ട്. അങ്ങനെ ഹൈബ്രോ ഷേപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഫേസ് വാഷ് ഒന്ന് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് വാഷാണ് എക്നെ സ്റ്റാർ ആണ് കേട്ടോ. എനിക്ക് എൻ്റെ മുഖത്തിൽ കുറച്ച് എക്നെ വരാറുണ്ട്. കാരണം ഞാൻ ഓയിലി ഫുഡിൽ ഭയങ്കര അഡിക്റ്റാണ്. ഇപ്പോൾ അത് കൺട്രോൾ ചെയ്യാൻ പറ്റാഞ്ഞിട്ടാണ് എൻ്റെ ഫേസിലേക്ക് കുറച്ച് പിമ്പിൾസൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എക്നെ സ്റ്റാറാണ് ഫേസ് വാഷ് ഇപ്പോൾ ഒരു ബട്ടിൽ കഴിഞ്ഞു യൂസ് ചെയ്തിട്ട്. പക്ഷേ എനിക്ക് നമ്മൾ എക്നെ ഒന്ന് കുറക്കാൻ നല്ലോണം ഹെൽപ്പ് ചെയ്യും. കംപ്ലീറ്റ് ആയിട്ട് പോകുന്നില്ല, പക്ഷെ എന്തായാലും എക്നെ ഒന്ന് കുറക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഉച്ചയ്ക്ക് ഞാൻ ചോറാണ് കഴിക്കുന്നത്. അപ്പോൾ വീട്ടിൽ കുറച്ച് സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് പർച്ചേസിന് പോകണം. അപ്പോൾ ഒരു കപ്പ് ചോറെടുത്ത് അതിൻ്റെ കൂടെ ഓംലെറ്റ് ആണ് കഴിക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ച് മുമ്പ് ഞാൻ എക്സിബിഷൻ പോയ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അവിടുന്ന് കുറച്ച് അച്ചാർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ അച്ചാറും ഇതിലേക്ക് ഇട്ടിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ തന്നെ ഒച്ചയിടാണ് പെട്ടെന്ന് കഴിക്കാൻ പോകണം എന്ന്. ഭയങ്കര ചൂടാണ് കേട്ടോ. മാംഗ്ലൂർ പുറത്ത് ഇറങ്ങാനേ പറ്റുന്നില്ല. എനിക്ക് പുറത്ത് ഉച്ചയ്ക്ക് പോകുന്നതെന്ന് പറഞ്ഞാൽ തലവേദനയാണ്. ഇവിടുത്തെ വെയിലാണ് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഞാൻ റെഡി ആവട്ടെ. ഇവിടുത്തെ വെയിൽ നമ്മൾ ഫേസ് എഫക്റ്റ് വരാതെ രീതിയിലാണ് ഞാൻ ഇതൊന്ന് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്യുന്നത് കെല്ലി ക്രീമാണ് കേട്ടോ. അപ്പോൾ കെല്ലി ക്രീം യൂസ് ചെയ്തിട്ട് ലൈറ്റായിട്ട് ഇപ്പോൾ കണ്ണോ കാജലിന് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇനി എൻ്റെ ലിപ്പിൽ ഒരു ന്യൂഡ് കളറുള്ള ലിപ്സ്റ്റിക്കാണ് അപ്ലൈ ചെയ്യുന്നത്. പിന്നെ ഐബ്രോസ് ഒന്നിങ്ങനെ ഫിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കേരള പോലെ അല്ല കേട്ടോ. കേരളത്തിലാണെങ്കിൽ നമുക്ക് ചുടിദാറൊക്കെ ഇട്ടിട്ട് പുറത്തിറങ്ങാം. പക്ഷേ ഇവിടെ മാംഗ്ലൂരിൽ പുറത്തിറങ്ങണമെങ്കിൽ പർദ്ദ ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടുത്തെ മുസ്ലിംസുകൾ. അപ്പോൾ ഇവിടുത്തെ ചെറിയ കുഞ്ഞുങ്ങൾ വരെ പർദ്ദ ആണ് ഇടുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു പർദ്ദ ഇട്ടു. ഇതിലേക്ക് റെഡ് കളർ ഷോൾ ഇങ്ങനെ ഇട്ടിട്ട് നമ്മളിവിടെ അടുത്ത് കേട്ടോ 500 മീറ്ററിൻ്റെ അടുത്ത് മാത്രമാണുള്ളത് ആ ഒരു പർച്ചേസിങ് ഷോപ്പ്. എല്ലാം നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ്. എത്ര അടുത്താണെങ്കിലും പർദ്ദ ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടുത്തെ വീട്ടിൻ്റെ പുറത്തിറങ്ങണമെങ്കിൽ പർദ്ദ ഇടണം. ഫസ്റ്റ് ഞാൻ എടുക്കുന്നത് ATM കാർഡാണ് കേട്ടോ. ATM കാർഡ് എടുത്തിട്ട് ഇപ്പം നേരെ ഒരു ബാഗ് ഇട്ടിട്ട് പോവാണ്. അപ്പോൾ ഡിയേഴ്സ് ബാഗ് ഇട്ടു. ഇനി നേരെ ഞാൻ വീട്ടിൻ്റെ പുറത്ത് പോകുമ്പോഴാണ് 2 ഗോട്ടും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുട്ടീനെ ഇന്ന് കൂട്ടുന്നുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ എപ്പോഴും അവൻ്റെ വീട്ടിലാണ് നിപ്പിച്ച് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധനം വാങ്ങുന്നത് ഓൺലൈൻ വഴി ആയിരുന്നു. പക്ഷേ ഉമ്മാക്ക് അവർ അയക്കുന്ന സാധനം ഓൾഡ് സ്റ്റോക്കാണെന്നൊക്കെ കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ തന്നെ ഡയറക്റ്റായിട്ട് പോയിട്ട് സാധനമൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഉമ്മാനെ കൂട്ടിപ്പോയി ഉമ്മാക്കൊരു സന്തോഷമാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഉമ്മാക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഞാൻ എന്ത് സാധനം വാങ്ങിയാലും അത് ഉമ്മാക്ക് ശരിയാവാറില്ല. അതുകൊണ്ടാണ്. പിന്നെ ഉമ്മാനെ കൂട്ടിപ്പോയി ഗ്രോസറിലാണ് ആദ്യം പോകുന്നത്. പോയിട്ട് അവിടുന്ന് കുറച്ച് 1 മാസത്തേക്ക് എന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ടത് അവിടെ പോയി കുറച്ച് 1 മന്തിൻ്റെ സ്റ്റോക്ക് വാങ്ങി. പിന്നെ ഞാൻ വെജിറ്റബിൾ കടയിൽ പോയാൽ ഒരു ദിവസം വിടാതെ വാങ്ങുന്നതാണ് പേരക്കാണ് കേട്ടോ. എൻ്റെ ഫേവറേറ്റാണ് പേരക്ക. അതൊന്ന് വാങ്ങും. അതിനുശേഷം കടീൻ്റെ ഷോപ്പിലേക്ക് വന്നിട്ട് കടിങ്ങളാണ് വാങ്ങുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് എനിക്ക് കടി എന്ന് പറഞ്ഞാൽ അത്രയും എൻ്റെ ഫേവറേറ്റ് ആയിക്കണമെന്ന്. ഈവനിങ് ചൂട് ചായത്ത് കൂടെ എന്തെങ്കിലും ഒരു കടിയാണ് എനിക്കിപ്പോൾ വേണ്ടത്. അതിപ്പോൾ എനിക്ക് ഹാബിറ്റായി പോയി. അത് മാറ്റണമെങ്കിൽ ഇനി നോമ്പൊക്കെ കഴിഞ്ഞിട്ടൊക്കെ മാറ്റാമെന്ന് വിചാരിക്കുന്നുണ്ട്. നോമ്പ് സമയത്ത് എന്തായാലും നമ്മൾ കടി കഴിക്കണമല്ലോ.
പിന്നെ ഇവർ കട്ട്ലറ്റ്സ് കേട്ടോ, മാംഗ്ലൂർ സ്റ്റൈൽ കട്ട്ലറ്റ്സ് ആയിരുന്നു, ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഒരു 5 മണിയാകുമ്പോൾ ഉമ്മ ഒരു മറന്ത് പൂത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് വെളുത്തുള്ളിൻ്റെ മറന്താണ്, ഗ്യാസ്ട്രിക് ട്രബിൾസൊക്കെ മാറാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മറന്താണ്. അതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഞാനിടാം. അപ്പോൾ അത് എവിടെ പൂത്തി വെച്ചതെന്ന് അറിയാതെ നമ്മൾ ഒരുപാട് തപ്പിട്ടാണ് അവസാനം ഞങ്ങൾക്ക് കിട്ടിയത്. ഞാനിതിൻ്റെ ഒരു കോമഡി ആക്കിയിട്ടാണ് ഷോർട്ടൊക്കെ ഇട്ടിട്ടുണ്ടാവും, ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അങ്ങനെ പിന്നെ അത് പൊട്ടിച്ച് നോക്കി. എന്നിട്ട് 41 ഡേയ്സ് കേട്ടോ നമ്മളിത് മണ്ണിൻ്റെ അടിയിൽ വെച്ചത്. അപ്പോൾ 41 ഡേയ്സ് മുമ്പ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ഇത് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാം. പിന്നെ ബാംഗ്ലൂരിൽ സംസാരിക്കുന്നത് മലയാളം അല്ല കേട്ടോ, ബ്യാരിയാണ് കേട്ടോ ഇവിടുത്തെ മുസ്ലിംസ് ആൾക്കാർ സംസാരിക്കുന്നത്. അങ്ങനെ ഡിയേഴ്സ് ഇത് വെളുത്തുള്ളിയാണ്. ഇത് കഴിക്കുന്നത് കൊണ്ട് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. ഇത് വീഡിയോസ് ഇത്രയുള്ള ഇഷ്ടപ്പെട്ട